വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എന്നത്തെയും പോലെ അല്ല വന്നിരിക്കുന്നത്, ഒരു വെറൈറ്റി കണ്ടന്റുമായിട്ടാണ്. വെറൈറ്റി കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മൾ ചെയ്യാത്ത ഒരു കണ്ടന്റാണ്. അൺബോക്സിങ് റിവ്യൂ എന്നൊക്കെ പറയാം, പക്ഷെ അൺബോക്സിങ് അല്ല, ഞാൻ യൂസർ റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മോഡൽ എന്ന് പറഞ്ഞാൽ Dji Osmo 4 ആണ്. ഡിജെനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിജെ ഒരു വളരെ വലിയ കമ്പനിയാണ്. ആ കമ്പനി ഇറക്കുമതി ചെയ്യുന്നത് ക്യാമറ, ഡ്രോൺസ്, Dji Mini 2 എന്ന് പറയുന്ന ഡ്രോൺസ്, പിന്നെ ഇതേപോലെ ഒരുപാട് ജിംബൽസും അവർ അവൈലബിൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിജെയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും പോലെയുള്ള സൈറ്റുകളിലും ഉണ്ട്. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ Dji Osmo 4 ആണ്. ഡിജെയുടെ ഏറ്റവും പുതിയ ജിംബലായ Dji Osmo 4 ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം 11,500 രൂപ വരുന്നുണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് വളരെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് കിട്ടുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. നമ്മൾ പൊട്ടിച്ചത് കൊണ്ട് കഴിച്ചിട്ട് നോക്കിയതൊക്കെ കൊണ്ട്. പിന്നെ അതിൻ്റെ അപ്പോൾ ഇതേപോലത്തെ ഒരു നമുക്ക് പൊക്കം ഇതായില്ലെങ്കിൽ, പൊക്കം നമുക്ക് ഫിറ്റ് ആയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ ഇത് വെച്ചിട്ട് വീഡിയോ എടുക്കാവുന്ന ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ആദ്യം ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മോഡ്സിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതിന് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ നമ്മുടെ സെൽഫി സ്റ്റിക്കറൊക്കെ കാണുന്ന പോലെ തന്നെ, ട്രൈപോഡിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു മൊബൈൽ ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മാഗ്നറ്റിക് ഹോൾഡറാണ്. ഇതിൻ്റെ പുറകിൽ മാഗ്നറ്റ് ഉണ്ട്. ചെറിയ പവറൊന്നുമല്ല, നല്ല അന്യായ പവർ തന്നെയാണ് ഇതിൻ്റെ മാഗ്നറ്റ് കിട്ടുന്നത്. പിന്നെ ഉള്ളത് ഒരു ട്രൈപോഡ് പോലത്തെ സംഭവമാണ്. അത് നമുക്ക് വെച്ചും ഒരു സ്ഥലത്ത് വെച്ചും ഇങ്ങനെ വീഡിയോ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. പിന്നെയാണ് നമ്മുടെ മെയിൻ സാധനം വരുന്നത്. ഇതാണ് നമ്മുടെ ജിംബൽ. അപ്പോൾ ഇതിന് ഒരുപാട് ഇൻസ്ട്രക്ഷനൊക്കെ പുറകിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒന്നും ചെയ്യാറൊന്നുമില്ല. പക്ഷേ ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇത് 11,500 രൂപ കൊടുത്ത് മേടിച്ചാൽ വെർത്താണോ എന്ന് ചോദിച്ചാൽ വെർത്താണ്. പക്ഷേ ഇതിനെക്കുറിച്ച് പഠിക്കാതെ ഇത് വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല. കാര്യം തല പുകഞ്ഞു പോകും. ആദ്യം കിടന്ന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും. അതിനായിട്ട് Dji പുറത്തിറക്കി വയ്ക്കുന്ന ഒരു ആപ്പുണ്ട്. അതിൻ്റെ പേരാണ് Dji Mimo. ഇനി നമുക്ക് Dji Mimoയുടെ ഇൻസ്റ്റാളേഷനിലേക്ക് വരാം. അതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, Dji Mimo എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ വരുന്ന ആപ്പായിരിക്കും Dji Mimo. ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇതിൻ്റെ ആപ്പിൻ്റെ ട്യൂട്ടോറിയൽസ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് Dji Osmo 4 എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. സംഭവം കഴിഞ്ഞു, സാധാ ക്യാമറ കഴിഞ്ഞു, ഇത് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ട്രൈപോഡ് എന്തിനാണെന്ന് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ കൈ പിടിച്ചിട്ട് സാധാരണ വ്ളോഗിന് വേണ്ടിയാണ് ഈ ഒരു പൊസിഷൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കത് വേണ്ട. എവിടെയെങ്കിലും വെച്ച് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതിൻ്റെ അടിയിൽ തന്നെ ഇവിടെ ഒരു തുളയുണ്ട്. ആ സംഭവത്തിലോട്ട് ഇതിങ്ങനെ കറക്കി കയറ്റുക. അപ്പോൾ അങ്ങനെയല്ല, ഈ സാധനമാണ് കയറ്റേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ ഇതിന് വെയിറ്റ് വരുന്നുണ്ട്. 11,500 രൂപയുടെ സാധനമല്ലേ, വെയിറ്റ് വേണം. ഓക്കെ, ഒന്ന് നമുക്കൊന്ന് കറക്കി കൊടുക്കാം. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ഗിംബലിൻ്റെ നല്ല മിക്ക ഗിംബലിനുള്ള ഒരു പ്രത്യേകതരം സംഭവമാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ആപ്പാണ്. ഇതിൻ്റെ ആപ്പിൽ തന്നെയുള്ള സംഭവമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടോ. ഇപ്പോൾ ഇത് ആപ്പിൽ എൻ്റെ മുഖം ഫോക്കസ് ആയി. ഇതെങ്ങനെയെന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീഡിയോയിൽ നോക്കാം. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു, കറങ്ങി ഇങ്ങോട്ട് വന്നു. ഞാൻ താഴത്തോട്ട് പോയി,
ഇതാ മേളിലോട്ട് വന്നു. ഇത് തനിയെ അയങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടെക്നോളജി വരുന്നതെന്ന് വെച്ചാൽ ഇത് ജിംബിൾ നമ്മളെ ഇതായിട്ട് ഫോക്കസ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സെൻസർ ഉണ്ടല്ലോ, അപ്പോൾ ആ സെൻസർ നമ്മൾ മൂവ് ചെയ്യുന്ന പോലെ നമ്മുടെ കണ്ണിനെ, നമ്മുടെ മുഖത്തിനെയാണ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു ടെക്നോളജിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് DJ Mimo ആപ്പിൽ എന്തെന്നാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ DJ Mimo ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്പൺ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ക്യാമറ എടുക്കുക. ഇപ്പം ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ DJ Mimo ആപ്പിൽ ഞാൻ എന്തായാലും ഒന്ന് ബ്ലൂടൂത്ത് കണക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനുള്ള മോഡൊക്കെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ മോഡ് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്ന ഹൈപ്പർ ലാപ്സ് ആണ്. സാധാ പോലത്തെ ഹൈപ്പർ ലാപ്സ് തന്നെയാണ്. സെക്കൻഡ് ഉള്ളത് ഇതാണ്, ടൈം ലാപ്സ് ആണ്. അത് കഴിഞ്ഞ് വരുന്നത് ഡൈനാ സൂം എന്നാണ്. അപ്പോൾ അതായി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആണ് ഡൈനാമിക് സൂം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെന്നാൽ ആ ഒരു ഇത് മാത്രം, സബ്ജക്റ്റ് മാത്രം അങ്ങോട്ട് സൂമായി പോകുന്ന പോലത്തെ ഒരു എഫക്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, ഒന്ന് പറഞ്ഞു വിടുകയാണ്. ഓക്കെ, അത് ഒഫീഷ്യൽസ് അവരുടെ ഇതിൽ ഇട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. പിന്നെ ഉള്ളത് നമ്മുടെ സാധാ ഫോട്ടോ ആൻഡ് വീഡിയോ മോഡ്. പിന്നെ ഫോക്കസിങ് മോഡ് ഉണ്ട്. അതാ ഇങ്ങനെ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഒരു ഒബ്ജക്റ്റിനെ വെച്ച് കാണിച്ചാൽ ഇപ്പോൾ ഞാൻ ആ പാവയെ ഒന്ന് ലോക്കാക്കുന്നു, ഇതാക്കണ്ടോ, അത്രേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങളത് ചെയ്താൽ മതി. പിന്നെയുള്ള മറ്റേ പനോരമ മോഡാണ്, നിങ്ങൾക്കറിയാം. പിന്നെ ഇതിൽ സ്റ്റോറി ഇടുക എന്നുള്ളൊരു മോഡും ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് DJ Mimo ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ DJ Mimo ആപ്പിൽ നമുക്ക് വർക്കിംഗ് ഒക്കെ പറയുന്നത്. DJ Mimo ആപ്പിൽ നമ്മൾ സാധാ വീഡിയോ പോലെ, സാധാ ഒരു ക്യാമറ പോലെ അല്ല, അതിൽ സ്പെഷ്യൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ലൈക്ക് ഡൈനാമിക് സൂം, പിന്നെ നമ്മുടെ ജിംബലിൻ്റെ സെൻസർ വർക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര കൂളാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാന്നുള്ളത് വാങ്ങിക്കുക. എന്തായാലും ആമസോണിലൊക്കെ ഇത് കിടപ്പുണ്ട്. നിങ്ങൾ ചുമ്മാ DJ Osmo 4 എന്ന് പറഞ്ഞാൽ ചെയ്താൽ മതി, അടിച്ചാൽ മതി, അപ്പോൾ വന്നോളൂ. അപ്പോൾ ഇതാണ് DJ Osmoയുടെ വിവരങ്ങൾ. അപ്പോൾ DJ Osmo എന്ന് പറയുന്ന സംഭവം വെർത്താണോ എന്ന് ചോദിച്ചു. അപ്പോൾ വെർത്താണോ എന്ന് ചോദിച്ചാൽ വെർത്ത് തന്നെയാണ്, വളരെ നല്ല വെർത്താണ്. പക്ഷേ ഇച്ചിരി പൈസ വളരെ കൂടുതലാണ്. ഇച്ചിരി എന്നല്ല, നല്ലോണം കൂടുതൽ തന്നെയാണ്. എന്നാലും നമ്മൾ മുതലാക്കണ പൈസക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ തന്നെ പറ്റും. അപ്പോൾ ഇത് ഇച്ചിരി പഠിക്കണമെന്നേ ഉള്ളൂ. അതിന് ഒരാഴ്ച നിങ്ങൾക്ക് വേണ്ടി വരും. മേടിച്ച ഒരാഴ്ച നിങ്ങൾ ഇത് ഒന്ന് മനസ്സിരുത്തി ഒന്നിനെ പഠിച്ചാൽ നിങ്ങളിതിലൊരു പ്രോ തന്നെയാണ്. ഭയങ്കര പ്രോ ഒന്നുമല്ല, ഇത് ചുമ്മാ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഒരു വീഡിയോ ചെയ്യാനാണ്. അപ്പോൾ വളരെ കുഞ്ഞു വീഡിയോ ആണെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ ക്ഷമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് കാണാം. അതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്താ സ്കേറ്റിംഗ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഇപ്പം തന്നെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി ആൾക്കാരെങ്കിലും, ഒരു രണ്ടാൾക്കാരെങ്കിൽ ഒരു ഗ്രൂപ്പെങ്കിൽ ഒരു ഗ്രൂപ്പിലോട്ടെങ്കിലും ഒന്ന് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വരണം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.